ഹായ് ഫ്രണ്ട്സ്, സ്ക്വയർ നെക്ക് എങ്ങനെ ക്യാൻവാസിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. 3 ഇഞ്ച് വിഡ്ത്തിലും 6.5 ഇഞ്ച് നീളത്തിലും ക്യാൻവാസിലെ ഒരു പീസിനെ നമ്മൾ മെയിൻ ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്ത് അയൺ ചെയ്ത് ഒട്ടിക്കുകയാണ്. അയൺ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ സ്ക്വയർ നെക്ക്, വെട്ടിയ സ്ക്വയർ നെക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിൽ നിന്ന് പുറത്തു പോകാനും പാടില്ല, ക്യാൻവാസിൽ സ്റ്റിച്ച് തട്ടാനും പാടില്ല. അതിൻ്റെ ഓരോ കോർണേഴ്സിലും സൂചി കുത്തി നിർത്തി തന്നെ നമ്മളതിനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പുറത്തിറക്കുക. സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇതിൻ്റെ പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ക്യാൻവാസിലേക്ക് പോയി സ്റ്റിച്ച് വീഴുകയോ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ സ്ക്വയർ നെക്ക് ആ ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ലഭിക്കുകയില്ല. ശേഷം അതിൻ്റെ അകത്ത് അധികമുള്ള സ്ക്വയർ നെക്കിൻ്റെ ആ ഒരു പീസിനെ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ശേഷം അതിൻ്റെ ഓരോ കോർണറിലും കത്രിക ഉപയോഗിച്ച് ചെറിയ ഒരു കട്ട് കൊടുക്കുക. നമ്മുടെ ക്യാൻവാസിൻ്റെ പീസിലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിലോ തട്ടാൻ പാടില്ല. നമ്മളിത് വെട്ടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, തിരിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഫിനിഷിങ്ങോടുകൂടി ആ ക്യാൻവാസിൻ്റെ പീസ് മറിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ആ നെക്കിന് കറക്റ്റ് ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചെടുക്കുമ്പോൾ ചെറിയ വലിവുണ്ടാവും. നമ്മളിങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല ഫിനിഷിങ് കിട്ടും. ഞാൻ മിക്കപ്പോഴും അയൺ ബോക്സ് ഉപയോഗിച്ച് ഒന്ന് ഫിനിഷിങ് ടച്ച് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാറ്. അയൺ ബോക്സ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി, അതായത് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവർ മാത്രം തിരിച്ചെടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ അയൺ ബോക്സ് ഉപയോഗിച്ച് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം മാത്രം വയ്ക്കുക. ശേഷം നമ്മൾ ഞാനിപ്പോൾ ഇത് ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ്. നമുക്ക് കറക്റ്റ് ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്ത് നമുക്കതിനെ ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു തയ്യലായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ നമുക്കതിൻ്റെ അകത്ത് ഫിനിഷിങ് കുറവോ വൃത്തികേടുകളോ ഒന്നും കാണില്ല. ഇതാണ് എൻ്റെ ആ സ്ക്വയർ നെക്കിൻ്റെ ലാസ്റ്റ് ലുക്ക്.